കുമളിയുടെ സമഗ്ര പുരോഗതി ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് സെമിനാർ സംഘടിപ്പിച്ചു. തേനി ലോവർ ക്യാമ്പ് റെയിൽവേ പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി നേടാൻ പ്രയത്നിച്ച തേനി ഇടുക്കി എംപിമാർക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾക്കും സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. തേനി ലോവർ ക്യാമ്പ് റെയിൽവേ പദ്ധതിക്ക് വീണ്ടും പച്ചക്കൊടി വീശിയിരിക്കുകയാണ്. ഇതിനായി പ്രയത്നിച്ച ഇടുക്കി തേനി എംപിമാർക്കും സമരസമിതി നേതാക്കളെയും കുമളിയിൽ സ്വീകരിച്ചു. ഇതോടൊപ്പം ത്രിതല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടിയുടെ അനുബന്ധ മേഖലകളിൽ ടൂറിസത്തിനും മറ്റു മേഖലകളിൽ സമഗ്രമായ പുരോഗതിക്ക് ആവശ്യമായ രൂപം നൽകിയായിരുന്നു സെമിനാറിന്റെ ലക്ഷ്യം. ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുടെ സഹകരണത്തോടെ വിവിധ പദ്ധതികൾ നടപ്പാക്കും. സമ്മേളനത്തിന് ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി നിർവഹിച്ചു. ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, തേനി എംപി തങ്കത്തമിഴ് സെൽവം, സമരസമിതി ചെയർമാൻ ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വളരെ അത്യാവശ്യത്തോടുകൂടി കുമളി ശബരിമല നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ ഭാഗത്ത് സർവേ നടപടികൾ പൂർത്തീകരിച്ച് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സഹകരണം ചെയ്തു കൊടുക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. அது ரயில்வே துறை அமைச்சர் அனுமதி கொடுத்திருக்காரு. எனக்கு தெரிஞ்சு போடி லோயர் கேம்பு சாலையை வந்து அந்த லேண்டை எடுத்துட்டு பணத்தை சென்ட்ரல் கவர்மெண்ட் ஒதுக்குனா ஒரு 2 or 3 yearsல ரோடு போட்டலாம்னு நினைக்கிறேன். அதில் பிரச்சனை இருக்கிறது வாய்ப்பு இல்லை. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കരിമ്പട്ടം അധ്യക്ഷ വഹിച്ച യോഗത്തിൽ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ്, അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ, തേക്കടി ടൂറിസം കോർഡിനേഷൻ ചെയർമാൻ ശുഭം തോമസ്, ഭാരവാഹികളായ എ മുഹമ്മദ് ഷാജി, ജോയി മെക്കുന്നിൽ, ജോസ് എബ്രഹാം, വ്യാപാരി വ്യവസായ സെക്രട്ടറി വി കെ ദിവാകരൻ, ട്രഷറർ ഫിറോസ് ഖാൻ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ കുമളി.